ഒരു MBA ചെയ്യാൻ പല കാരണങ്ങളുമുണ്ട്. ഒരു കാരണം ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു MBA ചെയ്താലോ എന്ന തോന്നലാകാം. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എഗെയിൻ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു തുറുപ്പ് ചീട്ടാണ് MBA. അല്ലെങ്കിൽ ആഫ്റ്റർ വർക്കിംഗ് 1 or 2 years അകത്ത് നിന്ന് ഒരു മുട്ടലുണ്ടാകും, ഇനി MBA ചെയ്താലോ എന്നുള്ളത്. സോ ഏത് രീതിയിലുള്ള കാര്യമായാലും, മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഏത് രീതിയിൽ വന്നതായാലും MBA ചെയ്യുക എന്നുള്ളത് ഏകദേശം ലോകത്തുള്ള എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെയും ഒരു നിമിഷത്തേക്ക് വന്ന ആഗ്രഹം തന്നെയാണ്. സോ ഇങ്ങനെ MBA ചെയ്യുമ്പോൾ പല ഓപ്ഷൻസും ഉണ്ട്. ഒരു ഓപ്ഷൻ, ഏറ്റവും പീക്ക് ഓപ്ഷൻ ഫോർ ആൻ ഇന്ത്യൻ എന്നുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM-ൽ MBA ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഒബ്വിയസ്ലി IIM-ലേക്ക് MBA അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചിലവും കൂടുതലാണ്. പ്രൈവറ്റ് ബിസിനസ് സ്കൂൾസിൽ MBA ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അത്ര ഉറപ്പുള്ള കാര്യവുമല്ല. സോ ഇതിനൊക്കെ മാറി വേറൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന ചോദ്യം വരാറുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT വഴി നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റും എന്ന കാര്യവും പല കൂട്ടുകാർക്കും അറിയാം, പക്ഷെ ചില ആൾക്കാർക്ക് അറിയില്ല. സോ ഇങ്ങനെ MBA IIT-കൾ വഴി ചെയ്യാൻ നല്ല രീതിയിലുള്ള ഓപ്ഷൻസുകളുണ്ട്, പല പ്രത്യേകതകളുമുണ്ട്. ഇങ്ങനെ MBA ചെയ്യുമ്പോൾ IIM വഴി MBA ചെയ്യുന്നതിനേക്കാളും 50 to 60% ഫീസ് അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അതോടൊപ്പം ഇങ്ങനെ IIT-കൾ വഴി MBA ചെയ്യാനുള്ള അഡ്മിഷൻ പ്രോസസ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ CAT എക്സാമിനേഷൻസും അതുമായി ബന്ധപ്പെട്ട് അക്കാഡമിക് രീതിയിലുള്ള നിങ്ങളുടെ പെർഫോമൻസും IIT-കൾ മുൻപോട്ട് വെക്കുന്ന അവരുടെ സ്റ്റാൻഡേർഡ്സും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും ഷോർട്ട് ലിസ്റ്റിംഗ് പാരാമീറ്റേഴ്സും ഒക്കെ മീറ്റ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IIT-കളിൽ MBA ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ചില കൂട്ടുകാരൊക്കെ മനസ്സിലാക്കി കാണും, IIT-കൾ എന്നുള്ളത് എൻജിനീയറിംഗ് കോഴ്സുകൾ ഇന്ത്യയിൽ ചെയ്യാനുള്ള ഏറ്റവും മികച്ചൊരവസരമാണ്, സ്ഥാപനമാണ്. സോ IIT-കൾ എങ്ങനെ MBA നൽകും എന്നുള്ളത്, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ MBA പഠിക്കാൻ ഏറ്റവും നല്ലത് ഇന്ത്യയിൽ അത് IIM തന്നെയാണ്. സോ ഇങ്ങനെ IIT-കളിൽ MBA ചെയ്യുക എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് 5 കാര്യങ്ങൾ, പ്രത്യേകതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തേത് ടെക് ഡ്രിവൺ കരിക്കുലം തന്നെയാണ്. ടെക് എന്ന് പറയുമ്പോൾ ടെക്നോളജി ഡ്രിവൺ കരിക്കുലമാണ്. സോ സിലബസും മറ്റും കാര്യങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ടെക്നോളജി ഹബ്ബായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന IIT-കൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള MBA-കൾക്കും ആ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. വെറും മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ മാത്രമല്ല, മറിച്ച് അതിനപ്പുറം ടെക്നോളജി ഡ്രിവൺ കരിക്കുലത്തിൽ കൂടി MBA-ക്ക് ഒരു പുതിയ മുഖം നൽകാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തേതാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ് എന്നുള്ളത്. നമുക്കറിയാം MBA പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി കരുതപ്പെടുന്നത് പ്ലേസ്മെൻറ്റ് ലഭിക്കുക, ജോലി ലഭിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഗേറ്റിന് പുറത്തിറങ്ങി ജോബിലേക്ക് ട്രൈ ചെയ്ത് ഇൻ്റർവ്യൂവിനും മറ്റും നിങ്ങളുടെ പരീക്ഷണം, നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ, തേർഡ് സെമസ്റ്ററിലൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ ഓപ്ഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ലഭിക്കുകയാണ്, IIT-കൾ വഴി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. സോ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ക്യാമ്പസിന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഓപ്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. കാരണം IIT-കളിലേക്ക് വരുന്ന കമ്പനികൾ എന്നുള്ളത് അവർക്കും ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ടാകും, ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മൂന്നാമത്തത് ഓൺട്രപ്രണീറിയൽ എക്കോസിസ്റ്റം, അത് IIT-കളിൽ വളരെ നല്ല രീതിയിൽ തന്നെ വികസിച്ചെടുത്തിട്ടുണ്ട്. അതായത് BTech-നും MTech-നും എൻജിനീയറിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒരു IIT അറ്റ്മോസ്ഫിയർ, എക്കോസിസ്റ്റം ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് MBA ചെയ്ത് പഠിക്കുന്ന കൂട്ടുകാർക്കും പഠിച്ചിറങ്ങുന്ന കൂട്ടുകാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും
മാനേജ്മെൻറ്റ് കോഴ്സിലേക്കും അവരുടെ ആ ഒരു ഡൊമൈനിലേക്കും അപ്ലിക്കേഷനിലേക്ക് കൂടി ആ ഒരു കരിയർ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള അവസരവും IIT-കൾ നൽകുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും IIT-കളിൽ MBA ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. നാലാമത്തത് ഒബ്വിയസ്ലി അഫോർഡബിൾ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷനാണ് ഇങ്ങനെ MBA IIT-കളിൽ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. കാരണം IIT-കൾ അഗെയിൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. കാരണം IIT-കൾ ഇസ് നോട്ട് ഫോർ ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ, അതായത് അഫോർഡബിൾ, അതായത് കോസ്റ്റ് എഫക്റ്റീവ് വെൻ കമ്പയർഡ് ടു അതർ പ്രൈവറ്റ് ബി സ്കൂൾസ്, ഹൈ റെപ്യൂട്ടഡ് ബി സ്കൂൾസ് അല്ലെങ്കിൽ IIMs-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ IITs-ൻ്റെ MBA പ്രോഗ്രാമുകൾ ചിലവ് കുറവാണ്, അഫോർഡബിളാണ്, എക്കണോമിക്കലാണ്, അതോടൊപ്പം വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ നൽകുന്നു എന്ന കാര്യത്തിലും നമുക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം. അഞ്ചാമത്തത് ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് IIT-കളിൽ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ അത് പല സ്ട്രീംസുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് മുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരെ നീണ്ടുകിടക്കുന്ന ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി മേഖലയിലൊക്കെ നല്ല രീതിയിലുള്ള എക്സ്പോഷറുള്ള ഫാക്കൽറ്റീസും ആ രീതിയിലുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ MBA കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ MBAക്ക് മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഫ്രെയിം വർക്കിന് പുറത്ത് ടെക്നോളജി ഫീൽഡുമായി ബന്ധപ്പെട്ട് കിടക്കാനുള്ള കൂടുതൽ അവസരവും ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എഞ്ചിനീയറിംഗ് പഠിച്ച ഏകദേശം എല്ലാ കൂട്ടുകാരും MBA ചെയ്യുന്നു എന്നുള്ളത്. സോ MBAയും എഞ്ചിനീയറിംഗും തമ്മിൽ ഏതോ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന കാര്യവും തീർച്ചയായിട്ടും ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ ഇങ്ങനെ എഞ്ചിനീയറിംഗ് നൽകുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ MBA ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു സസ്പെക്റ്റഡ് ഫാക്ടർ നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ചെയ്ത കോണ്ടെക്സ്റ്റ് എന്നുള്ളത് അല്പം വിചിത്രമാണ്. കാരണം ജനുവരി 24-നാണ് ഇങ്ങനെ IIT-കളിൽ MBA അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആയിട്ടുള്ളത് ഈ അക്കാഡമിക് വർഷത്തിലേക്ക്. ഈ അവസരം മുതലാക്കുക. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ MBA ഫ്രം ആൻ IIT, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഏതായിരുന്നാലും നല്ല ഒരു കരിയർ സക്സസ് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക.